എല്ലാവർക്കും ഫോക്കസ് മോട്ടോഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് ഫോക്കസ് മോട്ടോഴ്സിന്റെ കറന്റ് ലൊക്കേഷൻ തന്നെ ഒന്ന് പരിചയപ്പെടാം. മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് മഞ്ചേരി റോട്ടിൽ നിയോ ഹോസ്പിറ്റലിലേക്ക് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സ് വരുന്നത്. അതോടൊപ്പം തന്നെ കൊല്ലത്തും നമ്മുടെ ബ്രാഞ്ച് ഉണ്ട് കേട്ടോ. കൊല്ലം പാലത്തറ ട്രാവൻകൂർ മെഡിസിറ്റിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സ് വരുന്നത്. ഇന്ന് ഫോക്കസ് മോട്ടോഴ്സിലൂടെ വാഹനം പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഷെർബിലാണ് കേട്ടോ. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. സോ നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഫോർച്യൂണർ ആണ്. ഈ ഫോർച്യൂണർ പ്രത്യേകത ഉണ്ട്, ഇത് നോർമൽ ഷേപ്പ്, അതായത് 2017 വരുന്ന വണ്ടിയാണ്. പക്ഷെ അതിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണേ, ലെജൻഡറിന്റെ കിറ്റും കാര്യങ്ങളും ചെയ്തിരിക്കണേ. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഓൾ ഓവർ വണ്ടി നമ്മൾ എന്ത് ചെയ്തിരിക്കണേ, ചേഞ്ച് ചെയ്തിരിക്കണേ. ഫ്രണ്ടിലെ ബമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ലൈറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തിരിക്കണേ. അപ്പോൾ ഇതിന്റെ ഒരു വാക്ക് അറൗണ്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഒരു ഫാമിലി വെഹിക്കിൾ ആണ്, 7 സീറ്റർ വെഹിക്കിൾ ആണ്. അത്യാവശ്യം നല്ല റിലയബിൾ ആയിട്ടുള്ള ഒരു വെഹിക്കിൾ വേണമെന്നില്ലല്ലോ എന്ത് ചെയ്യുക, വെഹിക്കിളിന്റെ റിവ്യൂ കാര്യങ്ങളും ഒന്ന് കണ്ടു നോക്കുക. ഇതാണ് LED ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് DRL വരുന്നത് വിത്ത് ഇൻഡിക്കേറ്റർ ആണ്. ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ടിന്റെ ഈ ഭാഗം ഒക്കെ നല്ല ബ്ലാക്ക് ഫിനിഷിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫോർച്യൂണർ എന്നുള്ളൊരു റൈറ്റിംഗ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നല്ല വലിയ ടൊയോട്ടന്റെ ലോഗും കാര്യങ്ങളും കാണാം. ഇത് ഒക്കെ ലെജൻഡറിന്റെ കിറ്റും കാര്യങ്ങളാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൈസിലെ എമൗണ്ട് എന്ത് നമ്മൾ ചെറിയ ചെറിയ ചേഞ്ച് കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നല്ലൊരു 18 ഇഞ്ചിന്റെ ടയറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലൊരു അലോയ് വീലും വരുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ടയർ ഉണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതിന്റെ മാർക്കിങ്സ് ഒക്കെ അത്യാവശ്യം നല്ല വീൽ ഗ്യാപ്പും ഉണ്ട്. നമുക്ക് 19-20 ഇഞ്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വണ്ടിയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളും വരുന്നുണ്ട്. ഫോർച്യൂണറിന്റെ ബാഡ്ജിങ് കാര്യങ്ങളും കാണാം. ഇതൊക്കെ നമ്മളെന്ന് വെച്ചാൽ കൈയൊക്കെ ഇടുമ്പോൾ സ്ക്രാച്ചും കാര്യങ്ങളല്ല, വണ്ടി തട്ടിയിട്ടുള്ള സംഭവമൊന്നുമല്ല. ഒറ്റ റീപ്ലേസ്മെന്റ് ഈ വണ്ടിക്കില്ല. ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളും വരുന്നുണ്ട്. ബാക്കിൽ സെയിം അലവൻ ടയറും വരുന്നുണ്ട്. ഡിസ്ക് ബ്രേക്കാണ് ബാക്കും ഫ്രണ്ടൊക്കെ വരുന്നത്. ബാക്കിൽ അത്യാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് നല്ല രീതിക്ക് ടയർ വരുന്നുണ്ട്. പ്ലാസ്റ്റിക് ക്ലാഡിങ്സും കാര്യങ്ങളൊക്കെ കാണാം. ബാക്കിലാകുമ്പം എന്ത് ചെയ്യും, 2017 വണ്ടിയാണ്. പക്ഷെ അതിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, വെഹിക്കിളിന് ചേഞ്ച് വരുത്തിയിരിക്കുന്നത്. അതായത് ലൈറ്റ്സ് ആയിരുന്നുണ്ടെങ്കിലും സ്പോയിലേഴ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ലൈറ്റ്സ് ഒക്കെ നമ്മൾ ലെജൻഡറിന്റെ ലൈറ്റ് ആണ്. ഇതൊക്കെ നല്ലൊരു LED ലൈറ്റ്സും കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ. അതുപോലെ ലെജൻഡർ കിറ്റ് പറ്റിയ ഒരു സ്പോയിലറും കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാം. അതുപോലെ ഡിഫോഗർ ലൈൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ യൂണിറ്റ് വരുന്നുണ്ട്. സെൻസേഴ്സ് വരുന്നുണ്ട്. ഓൾ ഓവർ എല്ലാത്തിനും പറ്റിയ ഒരു കിട്ടുന്ന വെഹിക്കിളാണ്. അതുപോലെ ബാക്ക് സൈഡിൽ ട്രിംസ് ഒക്കെ നോക്കിയാൽ ബ്ലാക്ക് ഫിനിഷിലാണ് ട്രിംസ് കൊടുക്കുന്നത്. സ്പെയർ വീൽ താഴെ വരുന്നുണ്ട്. പിന്നെ ബൂട്ടിങ്ങൊക്കെ അറിയാലോ, ഇപ്പോൾ ലെജൻഡറിന് ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. ബൂട്ടിങ്ങൊക്കെ അറിയാലോ, ചെറിയ ബൂട്ട് സ്പേസ് ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രിക്കലായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അത് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ആണ്. കൊണ്ട് കഴിയുമ്പോൾ സമയം എടുക്കും. കണ്ടില്ലേ, നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. ഇലക്ട്രിക്കലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഇൻറ്റീരിയറിലോ നോക്കാം എന്തൊക്കെ ചേഞ്ചസ് ആണ്. ഇൻറ്റീരിയറിൽ പിന്നെ നോർമലായിരിക്കും. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഇൻറ്റീരിയർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ബ്രൗൺ ഫിനിഷാണ് കൊടുക്കുന്നത്, നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റൂഫിലൊക്കെ വൈറ്റ് ഫിനിഷാണ് കൊടുക്കുന്നത്. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആയിട്ട് സീറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 4 ഡോർ വിൻഡോ കൺട്രോൾസ് വരുന്നുണ്ട്. സ്റ്റാർട്ട് ഷോ ബട്ടൺ ആണ്. വെഹിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ സ്റ്റീരിംഗ് വീലൊക്കെ ഒന്ന് നോക്കി മനസ്സിലാവും, ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. എല്ലാ കൺട്രോൾസ് വരുന്നുണ്ട്. നല്ലൊരു ടച്ച് സ്ക്രീനും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്. പിന്നെ ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട് കേട്ടോ. എക്കോ മോഡ്, പവർ മോഡ് തന്നെ. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്, ഡീസൽ എഞ്ചിനാണ്. ഇനി എന്തെങ്കിലും വേണ്ട എല്ലാ സംഭവത്തിലും വരുന്നുണ്ട്. LED ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ഒക്കെ വർക്കിംഗ് ആണ്. നല്ല LED ലൈറ്റ് വന്നിട്ട് സൺഗ്ലാസ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. പിന്നെ ബാക്കിൽ നോക്കിയാൽ മനസ്സിലാവും, സീറ്റൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു ഫിനിഷിംഗ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും. ബ്രൗൺ പ്രത്യേക രസമാട്ടോ ഫോർച്യൂണർ വരുന്നത്. അതുപോലെ തന്നെ 7 സീറ്ററും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. 7 സീറ്ററിലൊന്നും ഞാൻ കയറിയിരുന്ന് കാണിക്കണില്ല, എല്ലാവരും കണ്ട് അറിഞ്ഞൊരു സംഭവം തന്നെയാണ്. പക്ഷെ എല്ലാം നല്ല ക്വാളിറ്റിയാണ്. ഇൻറ്റീരിയർ ഫോർച്യൂണർ എങ്ങനെയാണോ ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് നോക്കിയാൽ, സീറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ എല്ലായിടത്താണെന്നുണ്ടെങ്കിലും ആ ഒരു കുഷനും ഒന്നും ഫെയ്ഡ് ആയിട്ടില്ല. അതുപോലെ തന്നെ ഒരു സംഭവങ്ങളും ഇതിൽ വരുന്നില്ല. ഇത് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ അങ്ങനെ കണക്ടിവിറ്റി ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ലൈറ്റ്സ്, ഓട്ടോമാറ്റിക് വൈപ്പേഴ്സ് എല്ലാം വരുന്നുണ്ട്. ക്രൂയിസ് കൺട്രോൾ, അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സോട് കൂടി നല്ലൊരു PV സെഗ്മെന്റ് ആണ്. 7 സീറ്റർ MPV സെഗ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു വെഹിക്കിളാണ് നമ്മുടെ ഫോർച്യൂണർ. അതുപോലെ തന്നെ നല്ല വുഡൻ ട്രിംസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോർച്യൂണറിൽ നിങ്ങൾക്ക് അറിയാലോ, പണ്ടത്തെ ഇതിൽ നല്ല അത്യാവശ്യം നല്ലൊരു പെർ വുഡനാണ് കൊടുത്തിരുന്നത്. ഇതിൽ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് വെർഷനാണ് കൊടുത്തിരുന്നത്. ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇത്രയും നല്ല കിറ്റും കാര്യങ്ങളൊക്കെ കയറ്റി നല്ല ഈ കിഡിലൻ മോഡലിന്റെ വില എത്ര എന്ന് അറിയണ്ടേ. ഇത് 2017 മോഡലാണ്. 2017 മോഡൽ ഫോർച്യൂണർ ആണ്. 91,000 കിലോമീറ്റർ ആണ് ഈ ഒരു വെഹിക്കിൾ ആകെ റൺ ചെയ്തിരിക്കുന്നത്. 3rd ഓണർഷിപ്പിൽ വരുന്ന ഡീസൽ വെഹിക്കിളാണ് വരുന്നത്. റീവണ്ടിയാണ്, നമ്മൾ അതർ സ്റ്റേറ്റ് വെഹിക്കിളാണ് വരുന്നത്. ഇവിടെ നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 30 ലക്ഷമാണ് വരുന്നത്. വെഹിക്കിള് നമ്പർ ആയ വെഹിക്കിളാണ്. 2017 വണ്ടി, ടൈപ്പ് B2B കിറ്റ് ആയിട്ട് ലെജൻഡർ കിറ്റ് ആയിട്ട് വണ്ടി. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. ഒരു റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് കേട്ടോ.
അപ്പോൾ ഈ ഒരു വെഹിക്കിൾ നമ്മൾ ചോദിക്കുന്നത് 30 ലക്ഷമാണ്. താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, നമ്മളെ ഫോക്കസ് മോട്ടോഴ്സിനെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിലുള്ള കളക്ഷൻസ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഫോക്കസ് മോട്ടോഴ്സിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അതും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് പേജിൽ നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിന്റെ എല്ലാ ലിസ്റ്റും വരുന്നുണ്ട് കേട്ടോ. focusmotors.in അടിച്ചു കഴിഞ്ഞാൽ www.focusmotors.in അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് പേജിൽ നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിലെ എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വെബ്സൈറ്റിലൂടെ തന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്.